ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മനസ്സിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് പറഞ്ഞ ഒരു കോമ്പിനേഷനാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്നും, നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികളിൽ നിന്നും, നമ്മൾ ജനിച്ച സാഹചര്യങ്ങളിൽ നിന്നും, ജോലി സ്ഥലത്ത് നിന്നും, ജനിച്ചു വളർന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും, ഇങ്ങനെ ഉള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ മനസ്സ് രൂപീകരിക്കുന്നത് സഹായകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അതിനെ നമുക്ക് പലപ്പോഴും ഇതിനെ ഷാഡോസ് എന്നൊക്കെ പറയാറുണ്ട്. ഷാഡോസ്. ഇതിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തളർത്തുന്ന, പിന്നിലോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുമുണ്ട്. അതിലൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു ഭാഗം പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഫിൽട്ടർ നമുക്കുണ്ട് എന്നുള്ളതാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന, അത് വ്യക്തമാക്കി തരാം. ഇതിനെ നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഞാനതിന് ചില എക്സാമ്പിളുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെന്നും കാണുന്ന ഒരു വ്യക്തി നിങ്ങളോട് പുഞ്ചിരിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ പുഞ്ചിരിച്ചു, പക്ഷേ അദ്ദേഹം നിങ്ങളെ മൈൻഡ് ചെയ്തതേയില്ല, അല്ലെങ്കിൽ പുഞ്ചിരിച്ചതേ ഇല്ല. അപ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ പറയും, എന്താ അവൻ്റെ അഹംഭാവം, ഞാൻ അങ്ങോട്ട് ചിരിച്ചിട്ട് അവൻ ഇങ്ങോട്ട് ചിരിക്കുന്നില്ലല്ലോ, എന്താ അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അവൻ എന്നോട് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ട്, അവൻ്റെ കാര്യം ശരിയല്ല, അവനാൾ ശരിയല്ല. ഇങ്ങനെ ചില ചിന്തകൾ സൃഷ്ടിച്ച് ഒരു തെറ്റിദ്ധാരണ അവിടെ സൃഷ്ടിക്കും. നിങ്ങളൊരാൾക്ക് ഒരു മെസ്സേജ് അയച്ചു, സുഹൃത്തിന് മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. അപ്പോൾ മെസ്സേജ് അദ്ദേഹം കണ്ടു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഒരു റിപ്ലൈയും തന്നില്ല. അപ്പോൾ ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന പാർട്ട് ഓഫ് ദ മൈൻഡ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ പറയും, എന്തൊക്കെ ഉപകാരങ്ങളാണ് ഞാൻ അവന് ചെയ്തതെന്ന്. അവന് ഒന്ന് റെസ്പോണ്ട് ചെയ്തത് പോലുമില്ല, എൻ്റെ മെസ്സേജ് ഒന്ന് വായിച്ചൊന്ന് റെസ്പോണ്ട് ചെയ്തത് പോലുമില്ല. അതുപോലെ മറ്റൊരു സുഹൃത്തിന് നമ്മൾ ഫോൺ ചെയ്തു, ഫോൺ റിങ് ചെയ്യുന്നിട്ട് ഫോൺ എടുത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു, ഓക്കെ ചിലപ്പോൾ തിരക്കിലായിരിക്കും. 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, അദ്ദേഹം തിരിച്ചു വിളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന മനസ്സിൻ്റെ ഭാഗം ആക്ടിവേറ്റ് ചെയ്തു. അവൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്ര പ്രാധാന്യമില്ല തോന്നുന്നു, അവൻ എന്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്തില്ല, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഫോൺ അറ്റൻഡ് ചെയ്തില്ല, ഇത്ര സമയമായില്ലേ. ഇങ്ങനെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്ന ഒരു മനസ്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗം നമുക്കുണ്ട്. അപ്പോൾ ചില ആളുകളുടെ ഇത് ഭയങ്കര ആക്റ്റീവ് ആവും, ഭയങ്കര കൂടുതൽ ആക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിബന്ധങ്ങളൊക്കെ വളരെ പ്രശ്നത്തിലായിരിക്കും. വ്യക്തിബന്ധങ്ങൾ പ്രശ്നങ്ങളിലായിരിക്കും. അങ്ങനെ പല ഏരിയകളും അവിടെ പ്രശ്നത്തിലേക്ക് വരും. ഇപ്പോൾ നമ്മുടെ ഏരിയകൾ തന്നെ, നമ്മുടെ ജീവിതത്തിലിപ്പോൾ സാമ്പത്തികം, ആരോഗ്യം, ബന്ധങ്ങൾ, കരിയർ, ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇത് വല്ലാതെ ആക്റ്റീവാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ലോണ് കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ഭാഗം വളരെ ആക്റ്റീവായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അയ്യോ എനിക്ക് അത്ര ലോൺ ഉണ്ടല്ലോ, ഇത് എങ്ങനെ ഞാൻ വീട്ടു, ഇനി എന്താ ചെയ്യുക, ഇങ്ങനെ അതിനെക്കുറിച്ച് വളരെ വറീഡായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ശരിക്കും വർക്ക് ചെയ്യില്ല, നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കുവാനും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും സാധിക്കില്ല. അപ്പോൾ അപ്പോൾ അതിനർത്ഥം നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺഡ് ആവേണ്ട, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളതല്ല. തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ ആരോഗ്യത്തെക്കുറിച്ച് ഉള്ള ഒരു സംഭവം, ആരോഗ്യത്തെക്കുറിച്ച് ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന മനസ്സിൻ്റെ ഭാഗം, ചില ആളുകളുണ്ട്, ചെറിയ ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ തന്നെ, അയ്യോ എന്താ പ്രശ്നമുണ്ടല്ലോ, മൊത്തം പ്രശ്നമാണല്ലോ, ആകെ പ്രശ്നമാണല്ലോ, എൻ്റെ ശരീരം പോക്കാണല്ലോ. എന്നാൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 2 3 ദിവസം മുമ്പ് ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ എന്നാലും ഒരു സംശയം. അപ്പോൾ ആ ഒരു തെറ്റിദ്ധരിക്കുന്ന ഭാഗം ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങനെ അതിനെക്കുറിച്ച് പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ഉള്ളിടത്തോട്ട് ഇത് കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിലാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആളുകളെ മീറ്റ് ചെയ്യുന്നില്ല, ഗ്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങോട്ട് വിഷ് ചെയ്തിട്ട് തിരിച്ച് വിഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തെറ്റിദ്ധാരണ ആഡ് ചെയ്ത്, കളർ ആഡ് ചെയ്ത് അതിനെ വലിയൊരു പ്രശ്നമാക്കി നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനത്തെ തെറ്റിദ്ധാരണ മനസ്സിൻ്റെ ഭാവം ശക്തി കുറവാണെങ്കിൽ, നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര നല്ല ബന്ധങ്ങൾ നമുക്കുണ്ടാവും.
നാം എന്തൊക്കെ ആക്ഷനുകൾ നമ്മൾ എടുക്കും. ഇപ്പോൾ ഇതേ പ്രശ്നം തന്നെ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിലിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ജോലി സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രൊമോഷൻ വേണം. ബോസിനോട് സംസാരിക്കണം. അങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നു. അദ്ദേഹത്തിനൊന്ന് ഗ്രീറ്റ് ചെയ്യുന്നു. ഗ്രീറ്റ് ചെയ്ത സമയത്ത് തന്നെ പുള്ളി മൈൻഡ് ചെയ്തില്ല. അപ്പോൾ നിങ്ങളെ ഈ തെറ്റിദ്ധാരണ മനസ്സ് ആക്ടിവേറ്റ് അതിങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങും. ഓ, അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല. അദ്ദേഹം എൻ്റെ വർക്കുകളൊന്നും കാണുന്നില്ല. ഞാൻ എത്ര ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹം അത് കാണുകയില്ല. ജീവിതത്തിൽ അദ്ദേഹം എന്നെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുകയില്ല എന്ന തെറ്റിദ്ധാരണ മനസ്സ് നമ്മൾ സൃഷ്ടിച്ച് വലിയ കാര്യങ്ങളായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇത് നമ്മളെ എല്ലാ മേഖലകളെയും വളരെ മോശമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ യാഥാർത്ഥ്യത്തെ അതിനെ അതുപോലെ ശരിയായ രീതിയിൽ കാണുവാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആക്ഷൻ എടുക്കും. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ഈ തെറ്റിദ്ധാരണ മനസ്സിൻ്റെ ഭാഗത്ത് അതിന് പ്രാധാന്യം കൊടുത്ത്, അതായത് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഷാഡോ എന്നൊക്കെ നമുക്കതിന് പറയാം. ഈ ഷാഡോയ്ക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അതാണ് 100% ശരി എന്നും അതാണ് റിയാലിറ്റി എന്നും നമ്മൾ വിചാരിച്ച് ജീവിതത്തിൽ എവിടെയും എത്തപ്പെടാതെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നിനും ശ്രമിക്കാതെ ആ കംഫേർട്ട് സോണിൽ തന്നെ നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ അതിന് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷാഡോയെ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തേ പറ്റൂ. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിനെ നമ്മൾ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മളുടെ അവെയർനെസ് എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഈ പെയ്ഡ് സെഷനുകളിലൊക്കെ കുറേ നമ്മൾ ഒരുപാട് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മനസ്സിനെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവെയർനെസ് അഥവാ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുവാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുക. പരമാവധി നമ്മളങ്ങനെ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്ത് മനസ്സിൻ്റെ ഈ തെറ്റിദ്ധാരണകൾ പലതും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ്. അതിനെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുക, അവെയർനെസ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നു. ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ച് ഇവിടെ തന്നെ നിലനിൽക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സ് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്ന് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവെയർനെസ്സിലാണ്, നിങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ്. അങ്ങനെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുമ്പോൾ, അവെയർനെസ്സിൽ നിലനിൽക്കുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള മനസ്സ് വർക്ക് ചെയ്യുകയും ഇത്തരത്തിലുള്ള ഷാഡോസ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത മനസ്സിൻ്റെ ഭാഗങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. എന്നാൽ എപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാതെ മൾട്ടി ടാസ്കിങ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുവോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ മറ്റുള്ള കാര്യങ്ങൾ ഇങ്ങനെ പലതിലും കിടന്ന് വട്ടം കറങ്ങുന്നുവോ, അപ്പോഴൊക്കെ നമ്മുടെ അവെയർനെസ് ചുരുങ്ങുകയും പ്രസൻറ്റ് മൊമെൻറ്റ് എന്ന അവസ്ഥയിലേക്ക് നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഈ പറഞ്ഞ ഷാഡോസൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഈ സംഭവങ്ങളൊക്കെ ആക്ടിവേറ്റ് ആവുന്നത്. അവിടെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഭാഗങ്ങളുണ്ട്. എന്നാൽ ചില മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ മോശമായിട്ടുള്ള കാര്യങ്ങളുടെ ശക്തി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവെയർനെസ് വർദ്ധിപ്പിക്കുക. ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ പ്രാക്ടീസുകൾ പ്രാക്ടീസ് ചെയ്യുക. മെഡിറ്റേഷൻ ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുക. അങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് റിയാലിറ്റിയെ, യാഥാർത്ഥ്യത്തെ അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ കാണുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ കാണുമ്പോൾ ജീവിതത്തിൽ ഹാപ്പിനെസ്, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, നല്ല ബന്ധങ്ങൾ, നല്ല വിജയങ്ങൾ, ഇതൊക്കെ ആയിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടോ, ഇത്തരം ക്ലാസ്സുകളിൽ നിങ്ങൾ നിരന്തരം പങ്കെടുക്കുന്ന പല ആളുകളും വരുന്ന മാറ്റങ്ങൾ. അതുപോലെ നമുക്ക് ഓരോ ദിവസവും ഇപ്പോൾ ഈ നമ്മുടെ 10 ദിവസത്തെ റീപ്രോഗ്രാം പോലുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകളുടെ റിസൾട്ടുകൾ എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും പലരും മെസ്സേജുകൾ ഇങ്ങനെ അയച്ചു തരും, അവർക്ക് ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മളെ ഈ കോൺഷ്യസ്നെസ്സിനെ, നമ്മളെ സ്റ്റേറ്റിനെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിർത്തുവാനും അവെയർനെസ്സിനെ വർദ്ധിപ്പിക്കുവാൻ, അതുപോലെ നമ്മുടെ മനസ്സിൻ്റെ നല്ല ക്വാളിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുകയും അതിനുവേണ്ട ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒക്കെ നടക്കുന്ന റിസൾട്ടുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരു വളരെ അല്പസമയത്തെ ഒരു ജീവിതം, ഓൺലി വൺ ടൈം വി ലീവ്.
ഈ ഒരു പേരിൽ ഈ ഒരു രൂപത്തിലൊക്കെ നമ്മൾ ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് നല്ലൊരു ശതമാനവും നല്ല അനുഭവങ്ങളാക്കി മാറ്റുക. അത് നമുക്ക് സാധിക്കും. അങ്ങനെ എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ എനിക്കതൊന്നും പറ്റില്ല. എല്ലാവരും പലരും ജീവിതമൊക്കെ ഹാപ്പി ആയിട്ട് പോകുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. നമുക്കൊക്കെ മാറാൻ സാധിക്കും. പോസിബിളാണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നിങ്ങൾ ഏത് ചെളിക്കുണ്ടിലാണെങ്കിലും നിങ്ങൾക്ക് ഉയർന്നു വരുവാൻ സാധിക്കും. നമ്മുടെ ബ്രെയിനിൻ്റെ പ്രത്യേകതയാണ്. സയൻറ്റിഫിക്കലായിട്ട് പ്രൂവണാണ്. ഇതിനാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ അവെയർനെസ് എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിർത്തുക. നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കോഴ്സുകളോ പ്രാക്ടീസുകളോ ചെയ്യുക. അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ മാറ്റി നമ്മുടെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എൻഗേജ് ആവുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുവാനും അതുപോലെ നമ്മുടെ ക്വാളിറ്റീസ് ബ്രെയിനിൻ്റെ ക്വാളിറ്റീസ് വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നത്. ബ്രെയിനിൻ്റെ അഥവാ മനസ്സിൻ്റെ ക്വാളിറ്റീസ് വർദ്ധിക്കുമ്പോൾ ചിന്തകളുടെ ക്വാളിറ്റി വർദ്ധിക്കും. ചിന്തകളുടെ ക്വാളിറ്റി വർദ്ധിക്കുമ്പോൾ അത് നല്ല തീരുമാനങ്ങളും ജീവിതമായിട്ട് മാറും. നമ്മളെപ്പോഴും പറയാറുള്ളതാണല്ലോ, ചിന്തകളാണ്, തോട്ട്സ് ക്രിയേറ്റ് അവർ ലൈഫ്. അപ്പോൾ ശരിയായിട്ടുള്ള ചിന്തകളാണ് കൂടുതൽ നമ്മുടെ മനസ്സിൽ നടക്കുന്നുവെങ്കിൽ നല്ല അനുഭവങ്ങളായിരിക്കും, നല്ല വ്യക്തിബന്ധങ്ങളായിരിക്കും, ജീവിതത്തിൽ പ്രോഗ്രസ് ആയിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആളുകളെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സാഹചര്യങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ വരുന്ന സമയത്ത് ഒന്ന് ചോദിക്കുക, ഇപ്പം ഞാൻ ചിന്തിക്കുന്ന ഈ ചിന്ത ഇത് ശരിയാണോ? ജസ്റ്റ് ക്വസ്റ്റ്യൻ യുവർ സെൽഫ്. പ്രസൻറ്റ് മൊമെൻറ്റ് നിലനിന്ന് ആ ചോദ്യം ചോദിക്കുക. അങ്ങനെ നമ്മൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഓക്കെ, ഇപ്പോൾ നടന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെക്കുറിച്ച് എനിക്കുള്ള ചിന്തകളിൽ അത് എൻ്റേതായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളാണ്. അതിനെ ഞാൻ അവോയ്ഡ് ചെയ്ത് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിന്ന് ആ വ്യക്തികൾ, സാഹചര്യങ്ങൾ, നല്ല കാര്യങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറും. അപ്പോൾ നമ്മുടെ ഈ ബ്രെയിൻ ഫോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ ഈ ചിന്തകളിലൊക്കെ വരുന്ന ഒരു വ്യക്തതയില്ലായ്മയ്ക്കൊക്കെ നമുക്ക് ബ്രെയിൻ ഫോഗ് എന്ന് പറയും. ക്ലാരിറ്റി ഇല്ലായ്മ. അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റി നല്ല ക്ലാരിറ്റിയോടുകൂടെ ചിന്തിച്ച് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിന്ന് വളരെ പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷനിൽ പറഞ്ഞു ഈ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ കാര്യം. ഈ താങ്ക് യു എന്ന വാക്ക് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മളെ ജീവിതത്തിൽ സഹായിച്ച വ്യക്തികളും സാഹചര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ബ്രെയിൻ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൂളായിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള നല്ല കാര്യങ്ങളൊന്നും റെക്കഗ്നൈസ് ചെയ്യാറില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിലെങ്കിലും അത് പറയുകയാണെങ്കിൽ മനസ്സൊക്കെ വളരെ ശാന്തമാവും. അപ്പോൾ ബ്രെയിനിനെ ശാന്തമാക്കി വയ്ക്കുക. അതിലേക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ബാക്കി ജീവിത സാഹചര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല ആളുകളും പറയാറുണ്ട്, ഞാൻ പുസ്തകം വായിക്കുന്ന സമയത്ത് ഉറക്കം വരുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? അതിൻ്റെ കാരണം എത്രമാത്രം? അതായത് മിക്കവാറും എല്ലാ സമയവും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആ പ്രശ്നം, ഈ പ്രശ്നം, മറ്റേ പ്രശ്നം, മൊബൈലിലെ പ്രശ്നം, മൊബൈലിലെ ചർച്ചകൾ, അത് ഇത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഈ പുസ്തകമൊക്കെ വായിക്കുന്ന സമയത്ത് ആളുകൾക്ക് സംഭവിക്കുന്നത് ആ അസ്വസ്ഥതകളിൽ നിന്നൊക്കെ മാറി ഒരു ഭാഗത്തേക്ക് മാത്രം പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിന്ന് ശ്രദ്ധ കൊണ്ട് വരുന്ന ഒരു പ്രാക്ടീസാണ് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചില ആളുകൾ പറയും അതിൽ ശ്രദ്ധ കിട്ടില്ല, അപ്പോൾ ആർക്കും വായിക്കാനൊന്നും അത്ര താല്പര്യമില്ല. പക്ഷേ എന്നാലും കുറച്ച് സമയം നമ്മളൊരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോൾ കുറേയും കൂടെ ശ്രദ്ധ വരും, കുറേയും കൂടെ ശ്രദ്ധ അതിലേക്ക് വരും. അങ്ങനെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റുള്ള ബ്രെയിനിൻ്റെ പ്രവർത്തികളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവും, ഈ അൺവാണ്ടഡ് തിങ്കിങ് ഒക്കെ. അപ്പോൾ തന്നെ ബ്രെയിനിന് റിലാക്സേഷൻ ലഭിക്കുകയാണ്, വല്ലാത്ത റിലാക്സേഷൻ. അപ്പോൾ ബ്രെയിനിന് റിലാക്സേഷൻ ലഭിക്കുമ്പോൾ ക്ഷീണിച്ച ശരീരത്തിന് ഒരു ശാന്തത നൽകുവാൻ, റിലാക്സേഷൻ നൽകുവാൻ ബ്രെയിനും തയ്യാറാവും. അങ്ങനെയാണ് നമുക്ക് പല ആളുകൾക്കും പുസ്തകം വായിക്കുമ്പോൾ ഉറക്കം വരുന്നത്. അതൊരു റിലാക്സേഷനാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളെ ബ്രെയിനിനെയും ശരീരത്തെയും ഒക്കെ റിലാക്സ് ചെയ്ത് അനാവശ്യമായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റിവെച്ച് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഇടയ്ക്കൊക്കെ റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി ചിന്തിക്കുവാൻ സാധിക്കും. ഈ പറഞ്ഞ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ചിന്തകളൊക്കെ ശരിയായ രീതിയിൽ നമുക്ക്
നമ്മുടെ മനസ്സുകൊണ്ട് ചോദ്യം ചെയ്ത് ക്ലിയർ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഷാഡോസിനെ, മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന ആ മനസ്സിൻ്റെ ഭാഗത്തെ നമ്മൾ മാനേജ് ചെയ്യണം. അങ്ങനെ മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. അല്ലാത്തിടത്തോളം ഏത് കാര്യത്തെക്കുറിച്ചും നമ്മുടെ ഉള്ളിലൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും. ഓ, അത് ഇന്ന ഇന്ന സംഭവങ്ങളൊക്കെയാണ്, അതിങ്ങനെയൊക്കെയാണ്, അയാൾ ഇങ്ങനെയൊക്കെയാണ്, ഇയാൾ അങ്ങനെയൊക്കെയാണ്, ആ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്, എനിക്കിതൊന്നും പറ്റില്ല, അതിന് കാരണം ഇതൊക്കെയാണ്, ഇങ്ങനെ പറഞ്ഞ് കുറേ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുകയാണ്. അത് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ മുന്നോട്ട് പോകാൻ, വിജയിക്കുവാൻ, അല്ലെങ്കിൽ പുരോഗതിയിലേക്ക് പോകുവാൻ നമ്മളെ സഹായിക്കാതിരിക്കുകയാണ് ഈ സബ് കോൺഷ്യസ് ബ്രെയിൻ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യം നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ചേഞ്ച് ഇഷ്ടമല്ല ബ്രെയിനിന്. എന്നാൽ ചേഞ്ച് ചെയ്തതിലൂടെ മാത്രമേ, നമ്മുടെ ചിന്താഗതിയിലും ആക്ഷനിലും ചേഞ്ച് ചെയ്താൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. ചലഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്താൽ മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഷാഡോസിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങൾക്കൊന്ന് ഒരു അല്പസമയം ഒന്ന് മാറ്റി വെച്ച് നോക്കാം. ഞാൻ എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് എൻ്റെ മനസ്സിൽ ആളുകളെക്കുറിച്ച്, സാഹചര്യങ്ങളെക്കുറിച്ച് ഉള്ളത്? അതൊക്കെ ശരിയാണോ? ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എങ്കിൽ എങ്ങനെ ഈ തെറ്റിദ്ധാരണകൾ എൻ്റെ മനസ്സിൽ നിന്നും മാറ്റാം എന്നാലോചിച്ച് അതിനൊക്കെ ഒരു ചെറിയൊരു പരിഹാരമൊക്കെ നിങ്ങളെ മനസ്സുകൊണ്ട് തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ കുറേ ബ്ലോക്കുകൾ, മനസ്സിലുള്ള കുറേ ബ്ലോക്കുകളൊക്കെ റിലീസാവുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. എപ്പോഴും ഈ ബ്ലോക്കുകൾ, ഈ അനാവശ്യ ചിന്തകൾ, തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുന്നത്. ജീവിതത്തിൻ്റെ ഫ്ലോ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ ഫ്ലോ ശരിയായ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയായ ചിന്താഗതികൾ വേണം. ആ ചിന്താഗതികൾ ഉണ്ടാകുമ്പോൾ, ലൈഫ് ഫ്ലോ ഉണ്ടാകുമ്പോൾ, ബ്രെയിനിൽ ഫ്ലോ ഉണ്ടാകുമ്പോൾ, മനസ്സിൽ ഫ്ലോ ഉണ്ടാകുമ്പോൾ ജീവിതവും വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്തുക. എന്തിനൊക്കെ കുറിച്ചാണ് എനിക്ക് തെറ്റിദ്ധാരണകളുള്ളത്? ഇത് ശരിയാണോ? ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ചോദിക്കുക. അങ്ങനെ അതിനെ ക്ലിയർ ചെയ്യുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുവാൻ പ്രാക്ടീസ് ചെയ്യുക. അവെയർനെസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം.